സാറെന്ന് വിളിക്കാൻ പോലും തോന്നുന്നില്ല. ഒരു മൃഗവാത്. സാറല്ല അത്. ഉണ്ട്, അങ്ങേര് പഠിപ്പിക്കാനേ വരാൻ പാടില്ല. ഒരു കോളേജിലും ഒരു സ്റ്റുഡൻസിനെയും പഠിപ്പിക്കാൻ പാടില്ല. അങ്ങേര് പാടില്ല. സാറല്ല അത്. ക്ലാസ്സിൽ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട്. എല്ലാം സത്യ. ആ കുട്ടി പറഞ്ഞതൊക്കെ സത്യ. ഇതിലൊന്നും കള്ളത്തരം ഒന്നുമില്ല. മാനസികാവസ്ഥ ശരിയല്ല. ഞാൻ പോലും ഇന്നലത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല. നമുക്ക് കഴിക്കാൻ പോലും പറ്റുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇനി ഇപ്പൊ ഇത് പറഞ്ഞിട്ട് എന്റെ ജീവിതം എന്താവുന്ന പോലും എനിക്കറിയില്ല. പക്ഷെ എനിക്കിത് പറയണം. എനിക്ക് രാത്രി ഉറങ്ങാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല ഇത് പറയാണ്ടിരുന്നിട്ട്. സാർ അന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഡെന്റൽ അനാട്ടമി ഡിപ്പാർട്ട്മെന്റ് ഇനി റാം സാർ വന്നാൽ നമ്മളിപ്പോൾ പറയുന്നത് എന്താവും എന്നുള്ള ഒരു കൺഫ്യൂഷൻ. ഇപ്പൊ തേർഡ് ഇയറും ഫസ്റ്റ് ഇയറും റാം സാർ ഉണ്ട്. ഇപ്പൊ സാറിന് ഫസ്റ്റ് ഇയർ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തേർഡ് ഇയറിൽ ചെയ്യും. അപ്പൊ ആ ഒരു പേടി കൊണ്ടാണ് ഇപ്പം ആരും ഒന്നും മിണ്ടാത്തത്. എനിക്കിത് പറഞ്ഞ ഓക്കെ, എന്റെ ബാക്കിയുള്ളവർ എനിക്ക് പറയുമെന്ന് എനിക്കറിയാം. അത് ഞാനായിട്ട് തന്നെ എന്റെ ക്ലാസ്സിൽ പറയാന്ന് വെച്ചേ. സാറിന് സസ്പെൻഷൻ എന്തോ കഴിഞ്ഞ വർഷം എന്തോ കിട്ടിയിട്ടുണ്ടായെന്ന് പറഞ്ഞു. സാറ് ക്ലാസ്സിലും പറയാറുണ്ട് എനിക്ക് സസ്പെൻഷൻ കിട്ടിയാലൊന്നുമില്ല, അതിനെക്കാട്ടി ഞാൻ ഊർജ്ജത്തോടെ ഞാൻ ക്ലാസ്സിൽ വരും. നിങ്ങൾ കംപ്ലൈന്റ് ചെയ്തോ, എന്താന്ന് വെച്ചാൽ കംപ്ലൈന്റ് ചെയ്തോ, എനിക്ക് കുഴപ്പമില്ല. പേരടക്കം ബ്ലാക്കി, വൈറ്റി, കോക്രോച്ച്, ഫാറ്റ്, തിൻ, ലീൻ, ഒരു കുട്ടീനെ യു ലുക്ക് സോ തിൻ, അറിയോ ക്യാൻസർ പേഷ്യന്റ്, അതടക്കം പ്രിന്റ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പരാതി നേരത്തെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലേ ഈ കാര്യത്തിൽ? ഉണ്ട്, കൊടുത്തിട്ടുണ്ട്. ഈ കോളേജ് അധികൃതരൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അങ്ങനെ ഒരു പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ല. ഫയൽ ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം, പക്ഷെ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഡോക്ടർ റാമിനെതിരെ മാത്രമായിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു പരാതി? അതിനകത്ത് ആ പരാതിയുടെ ഫോട്ടോ കോപ്പി നമ്മൾ ഇന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മളെ വിളിക്കുന്ന പേരടക്കം ബ്ലാക്കി, വൈറ്റി, കോക്രോച്ച്, ഫാറ്റ്, തിൻ, ലീൻ, ഒരു കുട്ടീനെ യു ലുക്ക് സോ തിൻ, അറിയോ ക്യാൻസർ പേഷ്യന്റ്, അതടക്കം പ്രിന്റ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് ഫയൽ ചെയ്തിട്ടുണ്ടോ നമുക്കറിയില്ല, നമ്മൾ ഇതിന് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ ഇവരിങ്ങനെ അധിക്ഷേപിക്കാൻ? എല്ലാവരും ഇങ്ങനെ അധിക്ഷേപിക്കാം? എല്ലാവരും അധിക്ഷേപിക്കും. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഈ കോളേജിൽ ആദ്യമായിട്ടായിരിക്കും ഒരു കുട്ടി നിതിൻ ആളുടെ അടുത്ത് താൻ തന്നെ പണി നോക്കി പോടോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ബാക്കി എല്ലാവരും കേട്ട് നിന്നിട്ടുണ്ട്. നിതിൻ മാത്രമാണ് നിതിൻ പ്രതികരിച്ചിരുന്നു, ഉറപ്പാണ്. അവൻ മരിക്കുന്നതിന്റെ തലേ ദിവസം ഞാൻ അവന്റെ ഫ്രണ്ടിനോട് കണ്ടപ്പോൾ ചോദിച്ചു, നിതിൻ എന്ത് പറയണോ, അവൻ എന്തായി എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അങ്ങനെ റാം സാറായിട്ട് എന്തോ പ്രശ്നമായി. അങ്ങനെ അവൻ പറഞ്ഞു എനിക്ക് നല്ല ക്ലാസ് നിൽക്കേണ്ട, എനിക്ക് ട്രെയിൻ ഉണ്ട്, ഞാൻ പോകുന്നു, അങ്ങനെ എന്തോ. മാതാപിതാ ഗുരു ദൈവം എന്നാണ്. പക്ഷെ ഇവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹെഡ് ഗുരുവിന്റെ റോളിൽ കാലിന്റെ പണിയെടുക്കുകയാണ്. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജറാണ്, ഒരു സംശയം വേണ്ട. കൃത്യമായ അച്ഛനും അമ്മയും ഈ നാട്ടിലെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു. ജാതിയുടെ പേരും മതത്തിന്റെ പേരിലും തരംതിരിക്കുന്ന ഒരു HOD റാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ നാറിയ റാമിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നീ ആന്ധ്രയിലുള്ള ആന്ധ്രക്കാരനായിരിക്കും, പക്ഷെ ഇത് കേരളമാണ്.